നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എല്ലാ ശൈത്യകാലത്തും ലോകത്തിന്റെ വിദൂര ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ദേശാടന പക്ഷികൾ ഇന്ത്യയിലേക്ക് എത്താറുണ്ട്. പലപ്പോഴും നമ്മളടക്കം നമ്മുടെ വഴികളിലൂടെയൊക്കെ നടക്കുമ്പോൾ പല മരങ്ങളുടെ മുകളിൽ ഇത്തരത്തിലുള്ള ദേശാടന കിളികൾ കൂടുകൂട്ടുന്നതും അതൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുള്ളതാണ്. അപ്പോഴൊക്കെ പറയും ആ ഒരു സീസൺ ആകുമ്പോഴാണ് ഇത്തരത്തിലുള്ള ദേശാടന കിളികൾ നമ്മുടെ ഇന്ത്യയിലേക്ക് ഇവരെത്താറുള്ളത്. ഭക്ഷണവും ചൂടുള്ള ആവാസ വ്യവസ്ഥകളും തേടിയാണ് ഇവർ കൂട്ടത്തോടെ നമ്മുടെ രാജ്യത്തേക്ക് എത്തുന്നത്. എന്നാൽ അടുത്ത കാലത്തായി പക്ഷി നിരീക്ഷകരും ഗവേഷകരും ആശങ്കാജനകമായ മാറ്റങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇതിൽ ഭയക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ അല്പം ഭയക്കേണ്ടതുണ്ട്. പക്ഷിക്കൂട്ടങ്ങളുടെ എണ്ണം കുറഞ്ഞിരിക്കുകയാണ്. അവ വരികയും പോവുകയും ചെയ്യുന്ന സമയങ്ങളിൽ മാറ്റമുണ്ടാകുന്നു. പക്ഷിക്കൂട്ടങ്ങളെ സ്വീകരിച്ചിരുന്ന തണ്ണീർത്തടങ്ങൾ വറ്റി വരണ്ടു. ഇന്ത്യയിലെ തണ്ണീർത്തടങ്ങൾ അധികമാരും ശ്രദ്ധിക്കപ്പെടാതെ അപ്രത്യക്ഷമാകുന്നതിനാൽ ഈ മാറ്റങ്ങൾ ആഴത്തിലുള്ള പാരിസ്ഥിതിക അസന്തുലിതാവസ്ഥയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നാണ് വിദഗ്ധരടക്കം വ്യക്തമാക്കുന്നത്. അതായത് ഇത്തരത്തിലുള്ള ഈ പക്ഷികളുടെ വരവും പോക്കും കുറഞ്ഞതിനുള്ള പ്രധാന കാരണം നമ്മുടെ രാജ്യത്തുള്ള ഇന്ത്യയിലുള്ള ഈ ഒരു ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന വലിയൊരു മാറ്റങ്ങൾ തന്നെയാണ്. അത് മനുഷ്യ സഹജമായതോ അല്ലാത്തതോ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള മാറ്റങ്ങളാണ് ഈ പക്ഷികളുടെ ദേശാടന പക്ഷികളുടെ വരവിനെ വലിയ രീതിയിൽ ബാധിക്കുന്നത്. പ്രധാനമായും രണ്ട് പ്രധാന കാരണങ്ങളാണ് ഇതിന് പിന്നിലുള്ളത്. താപനിലയിലും മഴയിലും ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ പക്ഷികളുടെ കുടിയേറ്റത്തെ പ്രതികൂലമായി സ്വാധീനിക്കുന്നു. തണ്ണീർത്തടങ്ങൾ നശിച്ചു പോകുന്നത് ദേശാടന പക്ഷികൾ ആശ്രയിക്കുന്ന ഭക്ഷണവും പാർപ്പിടവും ഇല്ലാതാക്കുന്നു. ഈ സമ്മർദ്ദങ്ങൾ പക്ഷികളുടെ സഞ്ചാരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും പലപ്പോഴും കൂടുതൽ അപകടകരമാക്കുകയും ചെയ്യുന്നു. ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി, വെറ്റ്ലാൻഡ്സ് ഇന്റർനാഷണൽ എന്നിവരുടെ സഹകരണത്തോടെ ഏഷ്യൻ വാട്ടർ ബോർഡ് സെൻസസ് ആണ് ഇത് സംബന്ധിച്ച് കണക്കുകൾ പുറത്തുവിടുന്നത്. ഇന്ത്യയിലെത്തുന്ന പലയിനം പക്ഷികളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. തണ്ണീർത്തട മേഖലകൾ ചുരുങ്ങുന്നതായും കണക്കുകളിൽ പറയുന്നു. പക്ഷികളുടെ ആവാസ കേന്ദ്രങ്ങൾ അധികം കാണാതായതായും ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യയിൽ നിലവിൽ 93 തണ്ണീർത്തടങ്ങളാണുള്ളത്. 1.3 ദശലക്ഷം ഹെക്ടറുകളിലായാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. രാംസഗർ അംഗീകാരം നൽകിയ തണ്ണീർത്തടങ്ങളാണിത്. അതായത് രാംസഗർ കൺവെൻഷന് കീഴിൽ ഔദ്യോഗികമായി തണ്ണീർത്തടങ്ങൾ അംഗീകരിക്കപ്പെട്ട ജലസ്രോതസ്സുകളിലാണിത്. ഇറാനിലെ രാംസറിൽ 1971 ഈ അന്താരാഷ്ട്ര കരാർ രൂപപ്പെട്ടത്. എന്നാൽ ഔദ്യോഗിക രേഖകളില്ലാത്ത അനേകം തണ്ണീർത്തടങ്ങൾ തുടർച്ചയായി അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. കയ്യേറ്റം, പരിസ്ഥിതി മലിനീകരണം, വികസനമില്ലായ്മ എന്നിവയാണ് ഇതിന് പ്രധാന കാരണം. ഹൈദരാബാദ് പോലുള്ള തിരക്കേറിയ ഇന്ത്യൻ നഗരത്തിൽ 2000-നും 2020-നും ഇടയിൽ അനേകം തടാകങ്ങളാണ് അപ്രത്യക്ഷമായത്. ഇതിന്റെ ഫലമായി വെള്ളപ്പൊക്ക ദുരിത സാധ്യതകൾ വർദ്ധിക്കുകയും ചെയ്യുന്നു. താപനില, പകൽ വെളിച്ചം, ആഹാര ലഭ്യത എന്നിവയെ ആശ്രയിച്ചാണ് പക്ഷികൾ സഞ്ചരിക്കുന്നത്. ശീതകാലം ചുരുങ്ങുമ്പോഴോ ചൂടേറുമ്പോഴോ പക്ഷികൾ ആശ്രയിക്കുന്ന ആഹാരക്രമത്തിലും മാറ്റമുണ്ടാകുന്നു. ഇത് ആഹാര സമയക്രമം തെറ്റിക്കുന്നു. ചില സന്ദർഭങ്ങളിൽ തണ്ണീർത്തടങ്ങൾ നേരത്തെ വരണ്ടു പോകുകയോ പക്ഷികൾ എത്തുന്നതിന് മുൻപ് പ്രാണികളുടെ എണ്ണം വർദ്ധിക്കുകയോ ചെയ്യുന്നു. ഇത് പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയെ തന്നെ തടസ്സപ്പെടുത്തുന്നു. തണ്ണീർത്തടങ്ങൾ അവശേഷിച്ചാലും മലിനീകരണം, കളകൾ, ക്രമരഹിതമായ ജലനിരപ്പ് തുടങ്ങിയവ അവയെ ഉപയോഗശൂന്യമാക്കുന്നു. ഇത് ഭക്ഷണത്തിനായി ആഴം കുറഞ്ഞതോ കൂടിയതോ ആയ സ്ഥലങ്ങളെ ആശ്രയിക്കുന്ന പക്ഷികളെ ബാധിക്കുന്നു. കേരള തീരത്ത് തീരദേശ എഞ്ചിനീയറിംഗ് പ്രവർത്തനങ്ങൾ മണ്ണിലിപ്പിനും അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടുന്നതിനും കാരണമായി മാറിയിരിക്കുകയാണ്. ഇത് വെള്ളത്തിൽ നീന്തുന്ന പക്ഷികൾ ആശ്രയിക്കുന്ന ഭൂപ്രകൃതിയെ പ്രതികൂലമായി സ്വാധീനിച്ചിരിക്കുന്നു. തണ്ണീർത്തടങ്ങൾ നഷ്ടമാകുന്നത് മനുഷ്യജീവിതത്തിൽ വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കും. ഇത് വെള്ളപ്പൊക്കത്തിനും ഭൂഗർഭജലത്തിലെ മാറ്റങ്ങൾക്കും കാരണമാകുന്നു. ഇക്കാരണങ്ങളാലാണ് നഗരപ്രദേശങ്ങൾ ഗ്രാമങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ പ്രകൃതി ദുരന്തങ്ങൾക്ക് പാത്രമാകുന്നത്. ഏതായാലും ഇക്കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാം. തണ്ണീർത്തട ഉപരിതലങ്ങൾ മാത്രമല്ല, മറിച്ച് നീരൊഴുക്കും സംരക്ഷിക്കേണ്ടതുണ്ട്. ജലനിരപ്പ് കൃത്യമായി നിയന്ത്രിക്കുക, കളകൾ നീക്കി തദ്ദേശ സസ്യങ്ങൾക്ക് കരുതൽ നൽകുക, മലിനജലവും വ്യാവസായിക മാലിന്യങ്ങളും തണ്ണീർത്തടങ്ങളിൽ പ്രവേശിക്കുന്നത് തടയുക, തണ്ണീർത്തട സംരക്ഷണത്തിൽ ജനങ്ങളുടെ അവബോധം വർദ്ധിപ്പിക്കാം. പക്ഷികളുടെ അഭയ കേന്ദ്രങ്ങളിലും കുടിയേറ്റ സ്ഥലങ്ങളും സംരക്ഷിക്കാം. ഇന്ത്യ എപ്പോഴും വിദേശ
വിദേശികളായ താറാവുകളെയും അരയന്യങ്ങളെയും പക്ഷികളെയും ഒക്കെ സ്വീകരിക്കുന്നുണ്ടെങ്കിലും ആശങ്ക ഉയരുന്നത് തുടരുകയാണ്. പക്ഷികൾ നേരത്തെ വിടവാങ്ങുന്നത്, നഗരത്തിലെ തടാകങ്ങൾ അപ്രത്യക്ഷമാവുന്നത്, ക്രമരഹിതമായ മഴ എന്നിവയെല്ലാം വിരൽ ചൂണ്ടുന്നത് നമ്മുടെ തണ്ണീർത്തടങ്ങൾ നിശബ്ദമായി അപ്രത്യക്ഷമാകുന്നു എന്നതിലേക്കാണ്. ഇത് ഭാവിയിൽ ഇപ്പോൾ ഇതിന്റെ ഒരു ഗുരുതരാവസ്ഥ എന്താണെന്ന് പലർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷേ ഭാവിയിൽ ചെറിയ ചെറിയ ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ തന്നെ ഉണ്ടാകാൻ പോകുന്നത് വലിയൊരു ഗുരുതരമായിട്ടുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. അതിൽ നാം ഓരോരുത്തരും വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ആവാസ വ്യവസ്ഥയെ സംരക്ഷിച്ച് നിലനിർത്തേണ്ടത് ഓരോരുത്തരുടെയും കടമ തന്നെയാണ്.